ധൈര്യമായിട്ട് വന്നോളൂ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ആ യെസ് സർ, വീഡിയോ ഫുട്ടേജ് റെഡി ആയില്ലേ? ഏത് ഫുട്ടേജ്? പുറത്തുള്ള ഏതെങ്കിലും CCTVയുടെ ഫുട്ടേജ് ആണെങ്കിലും മതി, അതൊന്ന് കാണിക്ക സർ. അത് കണ്ടാ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടും. ഞങ്ങൾ ഇപ്പോഴാണ് സിസ്റ്റം ചെക്ക് ചെയ്തത്. ഒരു പ്രശ്നമുണ്ട്. എന്താ സർ പ്രശ്നം? ആ ഫുട്ടേജ് ഇവിടെ ഇല്ല. പുറത്തുള്ള CCTV ഓഫ് ചെയ്തിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? CCTV ക്യാമറകളെല്ലാം ഓൺ ആയിരുന്നു. പിന്നെ എന്താ സർ കുഴപ്പം? ആ വീട് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ പോരെ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കമ്പനിക്ക് ചില പോളിസികളുണ്ട്. CCTV ഫുട്ടേജ് അങ്ങനെ കുറെ കാലത്തേക്കൊന്നും ഞങ്ങൾ സൂക്ഷിക്കില്ല മാഡം. കുറച്ചു കാലം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. 2 മാസത്തേക്കാണ് ഞങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെക്കാറുള്ളത്. ഈ പ്രോഗ്രാം നടന്നിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ? അതിലും കുറച്ച് കൂടുതൽ ദിവസങ്ങളായി. അന്നത്തെ CCTV ഫുട്ടേജ് എല്ലാം ഒരാഴ്ച മുന്നേ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയി പോയി. നിങ്ങൾ വരാൻ കുറച്ച് വൈകിപ്പോയി. സോറി മാഡം. കരയില്ലേ? ആ വീഡിയോ കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകർന്നു പോകും. ഒരുപാട് പ്രതീക്ഷകളോടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദയവ് ചെയ്ത് കൈവിടരുത്. എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ള ഉദ്ദേശമില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തിനാ മാഡം ആ ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പറഞ്ഞേ? ശരിക്കും പറഞ്ഞ പോലീസിന്റെ റിട്ടേൺ പെർമിഷൻ ഇല്ലാതെ പുറത്തു നിന്നും വരുന്ന ഒരാളെ CCTV ദൃശ്യങ്ങൾ കാണിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയതുകൊണ്ടാ ഞാൻ സഹായിക്കാമെന്ന് തീരുമാനിച്ചത്. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാം. സമയദോഷം കൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും മാഡം? സർ, ആ വീഡിയോ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമോ? കാശ് ചെലവുണ്ടെങ്കിലും കുഴപ്പമില്ല സർ. 2 മാസം മുമ്പത്തെ ഫുട്ടേജ് അല്ലേ മാഡം? അതിനി റിക്കവർ ചെയ്യാനൊന്നും പറ്റില്ല. ദയവ് ചെയ്ത് ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കണം. ഈ റിസോർട്ടിൽ വെച്ച് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ കൈയൊഴിയുന്നത് ശരിയാണോ? ഇവിടെ വരുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമല്ലേ? ഒരു മോതിരം കാണാതെ പോയതിന് എന്തിനാ മാഡം ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത്? സ്വന്തം കയ്യിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണുള്ളത്. ഇനി എങ്ങാനും അതിവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അപ്പൊ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണമായിരുന്നു. ഞങ്ങൾ കൈയോടെ മോതിരം കണ്ടുപിടിച്ച് തന്നേനെ. അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് അറിയുക പോലും ചെയ്യാതെ 2 മാസം കഴിഞ്ഞ് വന്ന് അന്വേഷിച്ചാ ഞാനിത് എവിടെ നിന്ന് എടുത്ത് തരാനാ? നിങ്ങൾ ഇതുവരെ ഒരു പോലീസ് കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ല. പിന്നെ എന്ത് അധികാരത്തിലാ CCTV ഫുട്ടേജ് കാണണമെന്ന് ആവശ്യപ്പെടുന്നത്? പെൺകുട്ടികളല്ലേന്ന് കരുതി റൂൾസിൽ കുറച്ച് അയവ് കാണിച്ചപ്പോ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? സോറി സർ, അവള് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയതാ. ഇത് ഒരുപാട് വലിയ ആളുകൾ വരുന്ന സ്ഥാപനമാ. ദയവ് ചെയ്ത് ഇവിടെ ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. ദയവായി നിങ്ങളൊന്ന് പോണം. കരയല്ലേ പാറു? പാറു, പാറു നിൽക്ക് നിൽക്ക്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങള് അവൾക്ക് താങ്ങാനാവില്ല. പാറു, എനിക്ക് എന്താ സംഭവിച്ചത് എന്നതിന്റെ തെളിവ് ഇവിടുന്ന് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. എന്റെ ജീവിതം തകർന്നു കഴിഞ്ഞു. അതിനുത്തരവാദിയായ ആളെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ മാത്രം ഇനി എന്റെ ലക്ഷ്യം. പക്ഷെ അതിന് പോലെ എനിക്ക് കഴിയുന്നില്ല.
നമ്മൾ ഒരാഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ ആ വീഡിയോ കിട്ടിയേനെ. നീ ഞങ്ങളോട് എല്ലാ സത്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഫൂട്ടേജ് കിട്ടിയേനെ. നമ്മൾ കുറച്ച് വൈകിയോണ്ട് ഇവളോട് തെറ്റ് ചെയ്തവനെതിരെയുള്ള എല്ലാ തെളിവും നഷ്ടപ്പെട്ടു. അതാലോചിക്കുമ്പോഴേ ദേഷ്യം വരുന്നത്. നടന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയില് എല്ലാരോടും പറഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇവള് പേടിച്ചു കാണും. അതിനവളെ എങ്ങനെയാ കുറ്റപ്പെടുത്താൻ പറ്റുക? അവൾ അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുക. അപ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സോറി പാറു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. നിങ്ങൾ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നേ? എല്ലാം എന്റെ വിധിയോ. നീ ധൈര്യം കൈവിടരുത് പാറു. അവനെ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. എന്നോട് ഈ ക്രൂരത ചെയ്തവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ ജീവിതം നശിപ്പിച്ച് അവനെപ്പോഴും സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ. അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് സഹിക്കുന്നില്ല. അടുത്തറിയാവുന്ന ആരോ ഒരാളാ. അവൻ ഒരുത്തം കാരണം എനിക്ക് ചുറ്റുമുള്ള എല്ലാ ആണുങ്ങളെ എനിക്ക് സംശയിക്കേണ്ട സാഹചര്യം. അതിന് നിന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പാറു. നിന്നോട് അതിക്രമം കാണിച്ച ആള് ചിലപ്പോ നിന്റെ കയ്യെത്തും ദൂരത്ത് തന്നെ ഉണ്ടാവും. പാർവതി,